കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ അടുക്കളയിലെ അവശിഷ്ടങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ മികച്ച ഒരു ജൈവവളമാക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനോക്കുലമാണ്. അടുക്കളത്തോട്ടത്തിലെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഈ ഒരു വളം എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ ദിവസേനയുള്ള അടുക്കളയിൽ പച്ചക്കറി, പഴം അവശിഷ്ടങ്ങൾ, അതുപോലെ രണ്ടാമതായി കമ്പോസ്റ്റ് ബിന്ന്, അതില്ലെങ്കിൽ പഴയ പെയിൻറ് ബക്കറ്റ് മതി, പിന്നെ ഇനോക്കുലവും. ഇനി ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അടുക്കള വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റാൻ നമുക്ക് വേണ്ടത് ഇനോക്കുലമാണ്. എന്താണ് ഇനോക്കുലം എന്ന് അറിയാത്തവർക്കായി ആദ്യം പറഞ്ഞു തരാം. ജൈവ മാലിന്യ സംസ്കരണത്തിന് സൂക്ഷ്മ ജീവാണുക്കളെ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത പദാർത്ഥമാണ് ഇനോക്കുലം. ഇനോക്കുലം ഉപയോഗിക്കുകയാണെങ്കിൽ 6 ആഴ്ച കൊണ്ട് കിച്ചൺ വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ കിച്ചൺ വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റുമ്പോൾ ഒട്ടും ദുർഗന്ധമോ പുഴുശല്യമോ ഈച്ചശല്യമോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ പച്ചക്കറി വേസ്റ്റുകൾ ഇടുന്ന പോലെ തന്നെ ഭക്ഷണ വേസ്റ്റും ഇടാവുന്നതാണ്. ഇനി എങ്ങനെയാണ് വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നത് എന്ന് കാണാം. അതിന് ആദ്യം വേണ്ടത് ഇതേപോലെയുള്ള ബക്കറ്റാണ്. പഴയ പെയിൻറ് ബക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാനിവിടെ 2 പെയിൻറ് ബക്കറ്റാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ബക്കറ്റും ഇനോക്കുലവും ഒക്കെ സബ്സിഡി ആയിട്ട് കൃഷിഭവനിൽ നിന്നും നമുക്ക് ചില പ്രദേശങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട്. ഓരോ പ്രദേശം കൃഷിഭവനുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുന്നതാണ്. അതുകൂടാതെ പച്ചക്കറി തൈകളും വിത്തുകളും ജൈവ കീടനാശിനികളും വളവും ഒക്കെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായി ലഭിക്കാറുണ്ട്. തൽക്കാലം നമുക്ക് വീട്ടിലുള്ള പഴയ ബക്കറ്റ് എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 ലിറ്ററിൻ്റെ 2 ബക്കറ്റുകളാണ്. ബക്കറ്റിൻ്റെ അടിയിൽ ചെറുതായി 3-4 ദ്വാരങ്ങൾ ഇടണം, അഥവാ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ വാർന്നു പോകാനായിട്ട്. ഒരു ബക്കറ്റിലേക്ക് ആദ്യം തന്നെ 2 പിടി ഇനോക്കുലം ഞാൻ ബക്കറ്റിൻ്റെ അടിവശത്തായി എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് മുകളിലായിട്ട് ഒരു ലെയർ പച്ചക്കറി വേസ്റ്റും ഭക്ഷണ വേസ്റ്റും വെള്ളമൊട്ടുമില്ലാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടത്തോട്, ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് അങ്ങനെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഏത് തരം വേസ്റ്റ് ഇടുമ്പോഴും അതിലുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ വല്ലാത്ത സ്മെല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബക്കറ്റിലേക്ക് ഉറുമ്പുകൾ കടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉറുമ്പ് പൊടിയോ ലക്ഷ്മണ രേഖയോ ഉപയോഗിച്ച് ബക്കറ്റിന് ചുറ്റും വരച്ചു കൊടുത്താൽ മതി. ഓരോ ദിവസത്തെയും വേസ്റ്റുകൾ എടുത്തു വെച്ച് വൈകുന്നേരം ആകുമ്പോൾ വേസ്റ്റും ഇനോക്കുലവും ഇട്ട് വെയിലും മഴയും കൊള്ളാതെ അടച്ചു വെക്കണം. അങ്ങനെ അടുത്ത ദിവസവും ഇതേപോലെ ഭക്ഷണ വേസ്റ്റും ഇനോക്കുലവും ഇട്ട് ബക്കറ്റ് നിറയുന്നത് വരെ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യത്തെ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബക്കറ്റിലും ഇതേപോലെ തന്നെ നിറച്ചു കൊടുക്കാം. രണ്ടാമത്തെ ബക്കറ്റ് നിറഞ്ഞു വരുമ്പോഴേക്കും നാം ആദ്യം നിറച്ചു വെച്ച ബക്കറ്റിലെ വേസ്റ്റ് ഇതേപോലെ ആയിട്ടുണ്ടാവും. ഇത് ഒന്നുകൂടി സെറ്റാവാനുണ്ട്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ ബക്കറ്റ് തയ്യാറാക്കി വെച്ചിട്ട് 60 ദിവസമായി. ഇനി ഇതിൻ്റെ മൂടി മാറ്റിയിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നോക്കാം. നമ്മൾ ബക്കറ്റ് നിറയെ വേസ്റ്റ് ഇട്ട് ഫില്ല് ചെയ്തതാണ്. ഇപ്പം വേസ്റ്റ് കമ്പോസ്റ്റായി മാറിയപ്പോൾ ബക്കറ്റിൻ്റെ പകുതി അളവിലായി. എല്ലാം പൊടിഞ്ഞ് യാതൊരു സ്മെല്ലോ പുഴുവോ ഒന്നുമില്ലാതെ കൈകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെയിൽ കൊള്ളിച്ച് എത്ര കാലം വരെയും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇനി ഇത് പച്ചക്കറി ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ മറ്റൊരു വളവും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല. ആദ്യം തന്നെ ഞാൻ കുക്കുംബറിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടുന്നതിന് മുമ്പായിട്ട് ചെടിയുടെ കടക്കിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കുംബറിന് 2 പിടി വീതം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോളിഫ്ലവറിനും മുളകിനും അങ്ങനെ എല്ലാ ചെടികൾക്കും ഓരോ പിടി വീതം ഇട്ട് കൊടുക്കാം. ഒരു 5 കിലോഗ്രാം ഇനോക്കുലം 120 രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ 20 ലിറ്ററിൻ്റെ 3 ബക്കറ്റ് അടുക്കള വേസ്റ്റിനെ നമുക്ക് സൂപ്പർ കമ്പോസ്റ്റാക്കി മാറ്റാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ പറമ്പിൽ മാലിന്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം കൂടുകയും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പറമ്പ് മുഴുവനും അടുക്കള വേസ്റ്റ് കിടന്ന് ചീഞ്ഞളിഞ്ഞ് പലവിധ രോഗങ്ങൾ വരുന്നതിലും ഒക്കെ വളരെ നല്ലതാണ് ഇതുപോലെ മാലിന്യങ്ങൾ പറമ്പിൽ വലിച്ചെറിയാതെ കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. ഇതോടുകൂടി അറിയാനുള്ള പ്രധാന ടിപ്പുകൾ കൂടി ഓർമ്മപ്പെടുത്താം. മാംസം, മീൻ അവശിഷ്ടങ്ങൾ, അതുപോലെ എണ്ണമയമുള്ള സാധനങ്ങൾ എന്നിവ
കമ്പോസ്റ്റിൽ ഇടുന്നത് പരമാവധി ഒഴിവാക്കണം. അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ മാലിന്യങ്ങൾ ചെറുതായി ഇളക്കി കൊടുക്കുന്നത് ബക്കറ്റിലെ വായുസഞ്ചാരം കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.